നേരം പുലർച്ചെ 6 മണിയായി കാണും. 3 ദിവസത്തോളം തുടർന്നുകൊണ്ട് പടർന്നു പിടിച്ച മഴ അപ്പോഴും ശമിച്ചിട്ടില്ല. ഇരുകരയും കരണ്ടു തിന്നുകൊണ്ട് ഇരുവഴിഞ്ഞിപ്പുഴ ശക്തിയോടെ കവിഞ്ഞൊഴുകി. സമീപ പ്രദേശങ്ങളെയും മുക്കുമെന്ന മട്ടായി മരങ്ങളും ഫലങ്ങളും മറ്റും പുഴയിലൂടെ ഒലിച്ചു പോയിക്കൊണ്ടിരുന്നു. പുഴക്കപ്പോൾ നൂലിട്ടാലെത്താത്ത ആഴവും ആനയെപ്പോലും എടുത്തുമറിക്കത്തക്ക ശക്തിയും അടിയൊഴുക്കും ഉണ്ടായിരുന്നു. നദീതീരത്ത് നിന്ന് കുറച്ചു ദൂരെയായി അധികം ഉയർന്നു നിൽക്കുന്ന ഒരു പറമ്പും അതിൽ ജീർണിച്ച ഭഗവതി ക്ഷേത്രവും കാണാം. തലേന്നു രാത്രി കുടിച്ചു ബോധമില്ലാത്ത രീതിയിൽ ആ ക്ഷേത്രത്തിന്റെ കോലായിൽ വന്ന് കിടന്നുറങ്ങുന്ന ഇക്കോരൻ ഒരു വലിയ നിലവിളി കേട്ടാണ് ഉണർന്നത്. അയാൾ ചുറ്റുപാടും കണ്ണോടിച്ചു. വെള്ളത്തിൽ ആരോ അകപ്പെട്ടിട്ടുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ ദൂരേക്ക് നോക്കിയപ്പോൾ വെള്ളത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മുളങ്കൂട്ടത്തിൽ ആരോ അകപ്പെട്ടിട്ടുണ്ടെന്ന് ഇക്കോരന് മനസ്സിലായി. അയാൾ തന്റെ അടുക്കലുണ്ടായിരുന്ന തോണിയെടുത്ത് ഒഴുക്കിനപ്പുറം സർവ്വശക്തിയും എടുത്തു തുഴഞ്ഞു. കുറച്ച് അടുത്തെത്തിയപ്പോൾ അതൊരു സ്ത്രീയാണെന്ന് അയാൾക്ക് മനസ്സിലായി. വെള്ളത്തിന്റെ ശക്തി കാരണം ആ സ്ത്രീ വെള്ളത്തിൽ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നുണ്ട്. തോണിയിൽ കയറി അവളെ രക്ഷപ്പെടുത്താൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഇക്കോരൻ കരയിലെത്തി മുളയിലേക്ക് ചാടിക്കയറി. അവളുടെ മുടി മുളയിൽ കുടുങ്ങിയ കാരണത്താലാണ് ഒരുവിധം ആ സ്ത്രീ ഒഴുകിപ്പോവാതെ തങ്ങി നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഇക്കോരൻ സർവ്വശക്തിയും എടുത്ത് ആ സ്ത്രീയുടെ മുടി പിടിച്ചു വലിച്ചു. കുടുങ്ങിക്കിടക്കുന്ന മുടി അയാൾ തന്റെ കൈകൊണ്ട് മുറിച്ചു മാറ്റി. എന്നിട്ടും ആപത്ത് ഘട്ടം കഴിഞ്ഞില്ല. അവളെയും താങ്ങിക്കൊണ്ട് ആ മുളങ്കൊമ്പിലൂടെ ഇറങ്ങുന്ന കാര്യം അചിന്ത്യമാണ്. പോരെങ്കിൽ രണ്ടുപേരുടെയും ഭാരം താങ്ങുവാൻ കഴിയാത്ത ആ മുളന്തുഞ്ചം മെല്ലെ മെല്ലെ വെള്ളത്തിലേക്ക് താഴുകയാണ്. ആ ആപത്തിനെ ഇക്കോരൻ മുൻകൂട്ടി ആലോചിച്ചിരുന്നില്ല. ആകപ്പാടെ രണ്ടുപേരും കൂടി ഒന്നിച്ച് വെള്ളത്തിലേക്ക് താഴുമെന്ന നിലയിലായി. ഇക്കോരൻ വേറെ യാതൊരു പോംവഴിയും കണ്ടില്ല. ഒടുവിൽ വെള്ളം തന്നെ അധീനമാക്കുന്നതിന് മുമ്പ് വെള്ളത്തെ താൻ അധീനമാക്കുന്നത് തന്നെയാണ് യുക്തമെന്ന് ഇക്കോരൻ തീരുമാനിച്ചു. അവളോട് ധൈര്യസമേതം തന്നെ മുറുകെ പിടിച്ചുകൊള്ളാൻ പറഞ്ഞുകൊണ്ട് അവൻ സാവധാനം വെള്ളത്തിലേക്ക് താഴ്ന്നു. അവൻ അവളെയും താങ്ങി ഒഴുക്ക് മുറിച്ചുകൊണ്ട് സർവ്വശക്തിയും ഉപയോഗിച്ച് കരയെ ലക്ഷ്യമാക്കി നീന്തി തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ പിടുത്തം അയഞ്ഞു തുടങ്ങുന്നത് പോലെ അവന് തോന്നി. നോക്കിയപ്പോൾ അവൾ ബോധം കെട്ട് വെള്ളത്തിലേക്ക് താഴുവാൻ ഭാവിക്കുന്നതായി കണ്ടു. ഉടനെ ഒരു കൈ കൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ച് മറ്റേ കൈ കൊണ്ട് ശക്തിയോടെ തുഴഞ്ഞു. ജലശക്തിയോട് ഗുസ്തി പിടിച്ചുകൊണ്ട് ഒരുവിധം 10 മിനിറ്റ് നേരത്തെ സാഹത്തിന് ശേഷം ആപത്തുകൂടാതെ കരയിലെത്തി. പിന്നെ അവൻ അവളെ പുൽത്തകിടിന്മേൽ കൊണ്ടുപോയി കിടത്തി. 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൾക്ക് ബോധം വീണു. അവൾ കണ്ണുമിഴിച്ച് നാലുപാടും നോക്കി. മുന്നിൽ നിൽക്കുന്ന ഇക്കോരനെ കണ്ട് ഭയം നടിച്ചുകൊണ്ട് ചോദിച്ചു, "എന്ത്, ഞാൻ മരിച്ചിട്ടില്ലേ?" "അങ്ങനെയാണോ പെണ്ണെ തോന്നുന്നത്?" അവൾ ഒന്ന് എഴുന്നേറ്റിരുന്നു. ഇക്കോരൻ തുടർന്നു കൊണ്ട് ചോദിച്ചു, "അതെല്ലാം പോകട്ടെ മാളു, നീ വെള്ളത്തിൽ ചാടി മരിക്കാൻ ഒരുങ്ങിയതിന്റെ കാരണം എന്താണെന്ന് പറയൂ." അവൾ തേങ്ങിക്കരയുവാൻ തുടങ്ങിയതല്ലാതെ ആദ്യം യാതൊരു ഉത്തരവും പറഞ്ഞില്ല. ഇക്കോരൻ വീണ്ടും നിർബന്ധിച്ചു ചോദിച്ചു, "ഏതായാലും വന്നതോ വന്നു. ഈ സംഭവം ആരും കണ്ടിട്ടുമില്ല. നീ പറയുന്ന വർത്തമാനം യാതൊരാളോടും ഞാൻ മിണ്ടുകയുമില്ല. ഇനി കാരണം പറഞ്ഞു തന്നൂടെ? ഞാൻ ജീവിച്ചിരുന്നിട്ട് യാതൊരു ഫലവുമില്ല, അതുകൊണ്ട് തന്നെ." അയാൾ ചോദിച്ചു, "അതിനെന്താണ് കാരണം?" "മാനക്കേട്." അവൾ ഒരപരാധിയെ പോലെ തല താഴ്ന്നിരുന്നു. "അപ്പോൾ നിനക്ക്?" അവൾ നിശബ്ദയായി കുറ്റം സമ്മതിച്ചു. "എല്ലാം ഞാൻ പറഞ്ഞു തരാം. ഇന്ന് സന്ധ്യയ്ക്ക് ആ ഭഗവതി ക്ഷേത്രത്തിൽ വന്നാൽ മതി." അവർ അന്ന് വീണ്ടും ഒരുമിച്ചുകൂടി. അവിടെ വെച്ച് മാളു യാതൊന്നും ഒളിച്ചു വെക്കാതെ തന്റെ ജീവിതകഥ മുഴുവൻ അയാൾക്ക് മുമ്പിൽ പറഞ്ഞു കേൾപ്പിച്ചു. അവൾ വീണ്ടും തുടർന്നു, "എനിക്ക് ഇനിയും മരിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷെ എന്റെ വയറ്റിൽ ജീവനുള്ള ഒരു കുഞ്ഞില്ലേ, അതിനെ കൊല്ലുവാൻ ഇനി ഞാൻ വിചാരിക്കുന്നില്ല. അത് ജീവിക്കാനുള്ളതാണ്. അതാണ് എനിക്ക് മരിക്കാൻ കഴിയാത്തത്. അത് എന്നെ അമ്മയെ എന്നൊന്ന് വിളിച്ചു കേൾക്കാനെങ്കിലും ഞാൻ ജീവിക്കണം. പക്ഷെ എന്റെ കുലത്തിനും കുടുംബത്തിനും മാനക്കേട് വരുത്താൻ ഞാൻ ഇവിടെ എങ്ങും നിൽക്കില്ല. ഏതെങ്കിലും ഒടുങ്ങിയ രാജ്യത്ത് പോയി ഞാൻ പിച്ചയെടുത്ത് കഴിയും. അതായിരിക്കും എന്റെ തലയെഴുത്ത്." അവൾ വീണ്ടും വിങ്ങിക്കരയുവാൻ തുടങ്ങി. ഇക്കോരൻ അവളുടെ സമീപത്തേക്ക് കുറെ കൂടി നീങ്ങിച്ചെന്നു. ഒരിടറിയ സ്വരത്തോടെ ചോദിച്ചു, "മാളു, നിനക്കെന്നെ കല്യാണം കഴിക്കുന്നതിൽ വിരോധമുണ്ടോ?" അവൾ തല ഉയർത്തിക്കൊണ്ട് സാശ്ചര്യം ചോദിച്ചു. "എന്ത്?" ഇക്കോരൻ ആ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. "എന്തിന്? നിങ്ങൾക്ക് കൂടി മാനക്കേട് വരുത്താനോ?" "വേണ്ട വേണ്ട, ഞാനും എന്റെ അപമാനവും തന്നെ ആയിക്കോളാം." "എന്തു മാനക്കേടാ? നീയും ഞാനും മാത്രം അറിയുന്ന മാനക്കേടല്ലേ? അത് ഞാൻ സഹിച്ചുകൊള്ളാം. നിനക്ക് സമ്മതമാണോ എന്ന് മാത്രം ഞാൻ ചോദിക്കുന്നുള്ളൂ. നീ ഒരിക്കൽ മരിച്ചതുപോലെയായി. നിന്റെ പാപങ്ങളെല്ലാം കഴിഞ്ഞ ജന്മത്തിലേതായി." "വേണ്ട, ആ മഹാപാപം നിങ്ങൾ ഏറ്റെടുക്കേണ്ട." അവൾ ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. "എന്തോ ഒരു മഹാപാപം കൊണ്ടാണ് ഞാൻ തന്നെ ജനിച്ചു പോയത്. നിനക്ക് സമ്മതമാണെങ്കിൽ പറയൂ."
അയാൾ തുടർന്നു. അവൾ ഉത്തരമൊന്നും പറഞ്ഞില്ല. ഇക്കോരൻ തുടർന്നു പറഞ്ഞു, ശരി, നിനക്ക് സമ്മതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ ഈ രഹസ്യം ഈ ഭഗവതി ക്ഷേത്രവും ഞാനും മാത്രം അറിഞ്ഞാൽ മതി. നിന്നെ ഞാൻ വിവാഹം ചെയ്ത് എന്റെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. 1-2 കൊല്ലം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് മടങ്ങി വരാം. അവൻ അവളുടെ കൈപിടിച്ചു. മാളു മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു. 1 മാസം കഴിയുന്നതിന് മുമ്പ് ഇക്കോരൻ മാളുവിനെ വിവാഹം കഴിച്ചു. ആളുകൾക്കിടയിലെ ഈ വിവാഹ വർത്തമാനം വലിയ അത്ഭുതമുളവാക്കി. ലോകത്തിൽ തന്റെ കൂട്ടുകാരനായി കള്ളല്ലാതെ മറ്റൊന്നും വേണ്ടെന്ന് പറഞ്ഞു നടന്നിരുന്ന ഇക്കോരൻ വിവാഹം കഴിച്ചു എന്ന വർത്തമാനം ചിലർ വിശ്വസിച്ചതേയില്ല. കാലം വീണ്ടും ഒരുപാട് കഴിഞ്ഞു. മുക്കത്തെ നെൽവയലുകൾ 22 കൊയ്ത്തുകാലങ്ങൾ പിന്നെയും കഴിഞ്ഞുപോയി. ഇരുവഴിഞ്ഞിപ്പുഴയിലൂടെ എത്രയോ മലവെള്ളം പിന്നെയും ഒഴുകിപ്പോയി. പരിഷ്കാരവും പരിവർത്തനവും പട്ടണത്തെയും കണ്ടാൽ അറിയാത്ത വിധം മാറ്റിയിരിക്കുന്നു. കോഴിക്കോട് പട്ടണത്തിന്റെ മധ്യത്തിൽ ഉയർന്നു കാണപ്പെടുന്നൊരു മന്ദിരം. പണ്ട് ഒരു ലക്ഷപ്രഭുവായിരുന്നു അതിന്റെ ഗൃഹനാഥൻ. ഇന്ന് കോടീശ്വരനാണ്. അദ്ദേഹത്തിന്റെ മുടികളെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട്. മുഖത്തിന്റെ തെളിമയെല്ലാം നഷ്ടപ്പെട്ട് ചുക്കി ചുളിഞ്ഞു പോയിട്ടുണ്ട്. സുഖങ്ങളെ അയാൾ അന്വേഷിച്ചു പോയിട്ടില്ല. സുഖങ്ങൾ അയാളെ അന്വേഷിച്ചു വരികയാണ് ചെയ്തത്. എന്നാൽ ഒരു സുഖം മാത്രം അയാൾക്ക് ലഭിച്ചില്ല: സന്താനങ്ങൾ. 2-3 വിവാഹങ്ങൾ കഴിഞ്ഞെങ്കിലും ഒരു കുട്ടി പോലും ഉണ്ടാവാനുള്ള ഭാഗ്യം അയാൾക്ക് ലഭിച്ചില്ല. എല്ലാ ദിവസവും ഇതായിരിക്കും രവിയുടെ ചിന്ത. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരിക്കലും സന്തോഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കിടന്നാലും വെറുതെ ഇരിക്കുമ്പോഴും തന്റെ കോടിക്കണക്കിന് സ്വത്തിനുള്ള ഒരു ഉടമസ്ഥാവകാശത്തെക്കുറിച്ചുള്ള ചിന്തകൾ അയാളുടെ ഉറക്കം കെടുത്തി. ഒരിക്കൽ രവിയെ കാണാനായി ഒരു യൂറോപ്യൻ വന്നു. ഒരു കച്ചവടം ഉറപ്പിക്കാനായിരുന്നു പ്രധാന ഉദ്ദേശം. കോഴിക്കോടുള്ള ഒരു ഗ്രാമത്തിൽ അയാളുടെ കുറച്ച് റബ്ബർ തോട്ടം രവിയോട് വാങ്ങാനുള്ള ആവശ്യമായിട്ടായിരുന്നു അയാൾ വന്നത്. കുറച്ചു നേരത്തെ സംസാരശേഷം യൂറോപ്യൻ തന്റെ വീട്ടിലേക്ക് അവരെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു. മുക്കം ഗ്രാമത്തെ മഞ്ഞവെയിലിൽ ആറാടിക്കുന്ന മേടമാസത്തിലെ ഒരു മൂവന്തി. ഗ്രാമീണ വനിതകൾ വസ്ത്രങ്ങൾ തിരുമ്മി കുട്ടികളെ കുളിപ്പിച്ചു. തങ്ങളുടെ കുളിയും കഴിച്ചു. ആറ്റിൽ നിന്ന് മടങ്ങിപ്പോവാൻ തുടങ്ങി. താഴെ കടവിൽ നിന്ന് കോണകം മാത്രം ധരിച്ച് 2-3 പുരുഷന്മാർ സ്നാനം ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഒരു മോട്ടോർ കാറിന്റെ ഹോൺ ശബ്ദം അവിടെ മുഖരിതമാക്കി. ആ കാർ കടവിൽ കുറെ വാര അകലെ നിരത്തിന്റെ അറ്റത്തായി വന്നു നിന്നു. അതിൽ നിന്ന് ഒരു പുരുഷനും സ്ത്രീയും പുറത്തിറങ്ങി. ഗ്രാമീണനും നഗ്നരായ ഗ്രാമീണ ബാലന്മാരും കൗതുകത്തോടെ കാറിന് ചുറ്റും കൂടി. ആ സ്ത്രീ ധരിച്ച ആഭരണങ്ങളിൽ പതിച്ച രത്നങ്ങളുടെ ശോഭ അവിടെ കൂടിക്കിടക്കുന്ന കണ്ണുകളെ മഞ്ഞളിപ്പിച്ചു. രവി ഡ്രൈവറോട് പറഞ്ഞു, സൂര്യാസ്തമയത്തിന് ഇനിയും 2 മണിക്കൂറുണ്ട്. ഞങ്ങൾ ഈ നദീതീരത്തിൽ ഒന്ന് നടന്നു വരാം. രവിയും പത്നിയും ആറ്റിൻകരയിലൂടെ കിഴക്കോട്ട് നടന്നു. പുതിയ പുതിയ ഗ്രാമഭംഗികൾ പത്നിയുടെ ഹൃദയത്തെ വശീകരിച്ചു. പക്ഷേ രവി കാഴ്ചകളൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. തന്റെ മുമ്പിൽ കിടക്കുന്ന രംഗങ്ങളെ മറയ്ക്കാനെന്ന വണ്ണം പല പൂർവ്വസ്മരണകൾ ചിറകുവിടർത്തി പറന്നു വന്നു. 12 സംവത്സരത്തിന് മുമ്പ് ആ പ്രദേശത്ത് വെച്ച്, അതേ നദീതീരത്ത് വെച്ച് അഭിനയിക്കപ്പെട്ട ഒരു പ്രേമ നാടകത്തിലെ പ്രധാന നടനായിരുന്നു താൻ. അന്ന് താൻ ചെയ്ത ഓരോ കർമ്മവും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് മാദകമായ ഒരു മധുരിയോടെ പുളഞ്ഞു കയറി. രവി ചിന്ത തുടർന്നു. അവളിപ്പോൾ ഏത് നിലയിലായിരിക്കും? വിവാഹിതയായിട്ടുണ്ടാകും, അതല്ല നിത്യകന്യകയായി ജീവിക്കുകയോ? ഹേയ്, ഒരു നാട്ടിൻ പുറത്തുകാരി പെൺകിടാവിന് ആ അവസ്ഥ അസാധാരണമാണ്. രവി തന്റെ കീശയിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് തീ കൊളുത്തി. അവളെ ഒന്ന് കാണുവാൻ അയാളുടെ കണ്ണുകൾ തിടുക്കം കൂട്ടി. അയാളുടെ ഭാര്യയ്ക്ക് ചുറ്റുമുള്ളത് വളരെ വ്യത്യസ്തമായ കാഴ്ചയായിരുന്നു. രവി പതിയെ മണലിൽ ഇരുന്നു. ഭാര്യയായ പത്നി ചുറ്റുപാടുകളെയും വീക്ഷിച്ച് പുഞ്ചിരിയോടെ മുമ്പോട്ട് നടന്നു. അയാളുടെ മനസ്സ് ഓരോന്നോർത്തുകൊണ്ടിരുന്നു. ചുണ്ടുകൾ പതിയെ ഏതൊക്കെയോ കവിതകൾ മന്ത്രിച്ചു. അടുത്തു നിന്ന് ഒരു സംസാരം കേട്ട് രവി പാട്ടു നിർത്തി. അങ്ങോട്ട് തിരിഞ്ഞു നോക്കി. പത്നി പൂ പറിച്ച് മടങ്ങി വരികയാണ്. കൂടെ ഒരു ബാലനുമുണ്ട്. അവൾ അവനോട് സംസാരിച്ച് ചിരിച്ചുകൊണ്ട് അടുത്തെത്തി. ബാലന്റെ കയ്യിൽ നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു. പത്നി ആ കുട്ടിയുടെ കൈ പിടിച്ച് രവിയുടെ അരികിലേക്ക് വന്നു ചോദിച്ചു, ഇവനെ നിങ്ങൾ അറിയുമോ? രവി അത്ഭുതത്തോടെ ആ ബാലന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഒരു വല്ലായ്മയോടെ പറഞ്ഞു, ഇല്ല. പത്നി പറഞ്ഞു, ഇതാ നിങ്ങൾ തന്നെയാണിത്. അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് തുടർന്നു, എന്തൊരു സാമ്യം! ഞാൻ ആദ്യം കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. നിങ്ങളുടെ 12ാം വയസ്സിലുള്ള ഒരു ഫോട്ടോ അന്ന് എനിക്ക് സമ്മാനിച്ചില്ലേ? ആ ഫോട്ടോ ജീവിച്ച് എഴുന്നേറ്റ് വന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. നോക്കൂ, അതേ കണ്ണ്, അതേ മൂക്ക്, അതേ മുഖഭാവം, അതേ നടത്ത രീതി. ഇങ്ങനെയെല്ലാം ഒത്തുവരുമോ? ഞാൻ പൂ പറിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ ഓടി വന്ന് എന്നെ സഹായിച്ചു. ആ ഉയർന്ന മതിലിന്മേൽ കയറി ഒരുപാട് പൂക്കൾ പറിച്ചു തന്നു. മിടുക്കൻ കുട്ടി. അവൾ ആ കുട്ടിയുടെ മുഖം പിടിച്ചുയർത്തി വാത്സല്യത്തോടെ ചോദിച്ചു, കുട്ടിയുടെ പേരെന്താണ്? അവൻ ഗൗരവത്തോടെ മുഖമുയർത്തി പറഞ്ഞു, രാഘവൻ. വലിയവരെല്ലാം ഇക്കോരൻ ചെക്കൻ എന്ന് വിളിക്കും. അമ്മയുടെ പേരോ? മാളു. അവനെ കണ്ണിമയ്ക്കാതെ നോക്കിയിരുന്ന രവീന്ദ്രന്റെ നേർക്ക് ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, അതാ മൂപ്പരെ, സിഗരറ്റിന്റെ ഉറവീണ് നിങ്ങളുടെ ഷർട്ട് കത്തിയെരിയുന്നു. ഒരു സ്വപ്നത്തിൽ നിന്നുണർന്ന പോലെ രവി ഒന്ന് ഞെട്ടി. തന്റെ ഷർട്ടിന്റെ കീഴ്ഭാഗത്തിൽ തട്ടി തീ കെടുത്തി.
ഷർട്ട് ഒരു ഉറുപ്പിക വട്ടത്തിൽ കത്തിക്കരിഞ്ഞിരുന്നു. പത്നി രവീന്ദ്രനെ സ്നേഹാസ്വരത്തിൽ ശകാരിച്ചു. എന്തൊരു തന്റെ അടുത്തമില്ലായ്മയാണ് ഈ കാണിക്കുന്നത്. സിഗരറ്റിന്റെ തീപ്പൊരി വീണതും ഇത്ര വട്ടത്തിൽ കത്തുന്നതും ഒന്നും അറിഞ്ഞില്ലെന്നോ? അവൾ കുട്ടിയെ പതുക്കെ ആശ്ലേഷിച്ചുകൊണ്ട് ചോദിച്ചു. രാഘവന് എത്ര വയസ്സായി? 12. അവൻ പുഷ്പങ്ങൾ അവളുടെ നേർക്ക് വെച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് വാങ്ങൂ, എനിക്ക് പോണം, അച്ഛൻ തോട്ടത്തിൽ നിന്നും വരാറായി. പത്നി പുഷ്പങ്ങൾ വാങ്ങി ഭർത്താവിനോട് പറഞ്ഞു. അവന് വല്ലതും കൊടുക്കണം. രവീന്ദ്രന്റെ കൈകൾ പതിയെ കീശയിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹം 5 റുപ്യകളുടെ ഒരു നോട്ടെടുത്തു ആ ബാലന് വെച്ച് കാണിച്ചു. അവൻ ആദ്യം വാങ്ങുവാൻ മടിച്ചു. രവീന്ദ്രൻ ആ നോട്ട് അവന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. ആ 5 രൂപ മാളുവിന്റെ നിർബന്ധത്തിന് വഴങ്ങി അവൻ അത് തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. അയാൾ ആ ബാലനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എന്റെ മകനെ. പത്നി ഭർത്താവിന്റെ പന്തിയില്ലാത്ത ഭാവം കണ്ട് ദേഷ്യത്തോട് ചോദിച്ചു. എന്ത് ഭ്രാന്താണ് നിങ്ങൾ കാണിക്കുന്നത്? അപ്പോഴാണ് മധ്യവയസ്കയായ ഒരു ഗ്രാമീണ വനിത അവർക്ക് മുമ്പിലേക്ക് വന്നത്. രവി ഒന്ന് ഞെട്ടി. അവൾ കുട്ടിയുടെ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു. കുട്ടിയെ വിടൂ. രണ്ടുപേരും കുട്ടിക്ക് വേണ്ടി പിടിവലിയായി. പത്മിനിക്ക് ഒന്നും മനസ്സിലായില്ല. ആളുകൾ കൂടി. ഇക്കോരനെത്തി. അയാൾ കുട്ടിയെ മാളുവിന്റെ കയ്യിൽ ഏൽപ്പിച്ച് വേഗം പുരയിലേക്ക് പോവാൻ ആവശ്യപ്പെട്ടു. അവശനായ ഒരു ഉന്മാദിയെ പോലെ രവി പിറുപിറുത്തു. അതെ, ഞാൻ ഭ്രാന്തനാണ്. ഞാൻ വെറും ഭ്രാന്തനാണ്. ഡ്രൈവർ കൃഷ്ണനും പത്നിയും ഒരു വിധത്തിൽ രവിയെ പിടിച്ചു താങ്ങിയും മുഴച്ചും കൊണ്ട് കാറിൽ കൊണ്ടിരുത്തി. രവിയുടെ മനസ്സെന്നാൽ അസ്വസ്ഥമായിരുന്നു. നടന്ന കാര്യങ്ങളെല്ലാം രവി സായിപ്പുമായി സംസാരിച്ചു. തനിക്ക് മുമ്പുണ്ടായിരുന്ന ആ കടവിലെ ബന്ധങ്ങളെക്കുറിച്ചും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചെല്ലാം രവി വ്യക്തമായി പറഞ്ഞു. പക്ഷേ അവസാനമായി രവി ഒന്ന് ആവശ്യപ്പെട്ടു. എനിക്കെന്റെ മകനെ വേണമെന്ന്. പിന്നീട് ഇക്കോരനെയും മാളുവിനെയും വിളിച്ച് സായിപ്പ് ഒരുപാട് ചർച്ചകൾ ചെയ്തു. പക്ഷേ മകനായ രാഘവനെ വിട്ടുതരാൻ അവർ ഒരുക്കമല്ലായിരുന്നു. പിന്നീട് ഒരു ദിവസം രവി രോഗിയായി കിടക്കുന്നു. അയാൾക്ക് അവസാനമായി തന്റെ മകനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും ആദ്യമായി പട്ടണത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. നഗരത്തിലെ കാഴ്ചകളൊന്നും അവർ കണ്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നില്ല. തികച്ചും അവരുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അവിടെ വെച്ച് രോഗിയായ രവി അയാളോട് കേണപേക്ഷിച്ചു. തന്റെ മകന് വേണ്ടി. വിങ്ങിപ്പൊട്ടിയ ഹൃദയവുമായി ഇക്കോരൻ പറഞ്ഞു. നിങ്ങൾ എടുത്തോ നിങ്ങളുടെ മകനെ, എനിക്ക് വേണ്ട. മാളു ഉള്ളുലകുന്ന വേദനയോടെ ആ രംഗം നോക്കിക്കണ്ടു. രവീന്ദ്രൻ അവാച്യമായ കൃതജ്ഞതയോടെയും ആനന്ദത്തോടെയും കൂടി ഇക്കോരന്റെ മുഖത്ത് നോക്കി. എന്റെ മാന്യ സുഹൃത്തെ, 12 കൊല്ലം മുമ്പ് ഒരു വഞ്ചിതയായ പെൺകുട്ടിയെ നിങ്ങൾ രക്ഷിച്ചു. ഇന്ന് നിങ്ങൾ എന്റെ ജീവനും രക്ഷിച്ചു. നിങ്ങളെ പോലെയുള്ള പുരുഷന്മാർ ലോകത്തിൽ കുറെ കൂടി ജനിച്ചിരുന്നെങ്കിൽ. എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. മാളു ശരിക്കും ഒരു ഭ്രാന്തിയെ പോലെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അറിയാതെ നിൽക്കുകയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം അവർ പുറപ്പെട്ടു. കൂടെ രാഘവനില്ല. മാളു ഒരു മരപ്പാവയെ പോലെ കാറിലിരുന്നു. ഇക്കോരനും കാറിന്റെ മുൻസീറ്റിൽ കയറിയിരുന്നു. സായിപ്പ് കാർ ഓടിച്ചു. കുറച്ചു ദൂരം ചെന്നപ്പോൾ അദ്ദേഹം കാർ നിർത്തി. സീറ്റിലിരുന്ന ഇക്കോരന്റെ നേർക്ക് കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ പേരിലാണ് രവീന്ദ്രൻ എന്റെ തോട്ടം വാങ്ങാൻ പോകുന്നത്. ഇനി എന്റെ വലിയ റബ്ബർ തോട്ടത്തിന്റെ ഉടമസ്ഥൻ നിങ്ങൾ ായിരിക്കും. പക്ഷെ അവർ രണ്ടുപേരും അത് കേട്ടത് ഭാവിച്ചതേയില്ല. നേരം ഒരുപാട് ഇരുട്ടിയിട്ടും മാളു ഉറങ്ങിയില്ല. അയാൾ ഒരു നെഞ്ചിരിപ്പോടെ അവളുടെ അടുത്തേക്ക് വന്നു. സങ്കടപ്പെട്ടുകൊണ്ട് അവൾ വിതുമ്പി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. 12 കൊല്ലം മുമ്പ് നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു. ഇന്ന് നിങ്ങൾ എന്നെ ചതിക്കുകയും ചെയ്തു. ഇനി ആളുകളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഇത്രകാലം മാലോകരെ വഞ്ചിച്ച കുറ്റവും അപമാനവും അവയാണ് നമ്മെ നാളെ കാത്തിരിക്കുന്നത്. എന്റെ ഓമന മകനും എനിക്ക് നഷ്ടപ്പെട്ടു. നിങ്ങൾ പണത്തിന് വേണ്ടി വിറ്റു. കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെയും വിൽക്കാമായിരുന്നില്ലേ? ശുദ്ധഹൃദയനായ ഇക്കോരൻ പശ്ചാത്താപം കൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയി. ഹോ മാളു, ഇത്രയൊന്നും ഞാൻ ആലോചിച്ചില്ല. അദ്ദേഹത്തിന്റെ പ്രാണസങ്കടം കണ്ടപ്പോൾ എന്റെ കരളലിഞ്ഞു പോയി. ഞാനങ്ങ് പറഞ്ഞു പോയി. പിന്നെയാണ് ഞാൻ നിന്നെ ഓർത്തത്. ഈശ്വര, പണം കൊതിച്ചോ ഞാനത് ചെയ്തത്? മാളു, അതുമാത്രം നീ പറയല്ലേ. ഇരുവരും നിശബ്ദരായിരുന്നു. മഴ ശക്തിയായി പെയ്തുകൊണ്ടിരുന്നു. ഘോരമായ ഇടിവെട്ടും കാറ്റും എല്ലാം കൂടി ഭയങ്കരം തന്നെ. അവൾ തുടർന്നു. രാഘവനെ വിറ്റപ്പോൾ എന്നെയും വിറ്റ കൂട്ടത്തിലായി. പക്ഷേ ഇനി എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നറിയാം. നിങ്ങൾ ധനികനായി, തോട്ടമുടമസ്ഥനായി സുഖമായി ജീവിക്കൂ. എനിക്ക് മുമ്പിൽ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. ഇക്കോരൻ ഉദ്വേഗപൂർണമായ ജിജ്ഞാസയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ ആർത്തിരമ്പുന്ന ഇരുവഴിഞ്ഞിപ്പുഴയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ആ പുഴ. ഇക്കോരൻ അവളുടെ കൈ പിടിച്ചമർത്തിക്കൊണ്ട് ചോദിച്ചു. നീ തീർച്ചപ്പെടുത്തിയോ? തീർച്ചപ്പെടുത്തി, അവൾ ഉത്തരം പറഞ്ഞു. ശരി, എന്നാൽ ഞാനും വരാം. നമുക്ക് 2 പേർക്കും ഒന്നിച്ചു പോകാം. ഏകദേശം 80 പേജോളം വരുന്ന എസ്.കെ. പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്നുള്ള വളരെ മനോഹരമായ പുസ്തകം. എല്ലാ പ്രണയകഥയും സ്വീകരിച്ച പോലെ ഈ പ്രണയകഥയും നിങ്ങൾ സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.